ചിക്കമംഗലൂരുവിൽ അപകടത്തിൽ മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ ചിക്കമംഗലൂരുവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ശ്രീനന്ദയുടെ മൃതദേഹം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. ചിക്കമംഗലൂരുവിൽ വിനോദയാത്രയ്ക്ക് പോയ പാലക്കാട് സ്വദേശിയാണ് ശ്രീനന്ദ. 15 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയെ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാതെ പോകുന്നത്. തുടർന്ന് 4 ദിവസമായി ശ്രീനന്ദയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. ഇന്ന് തെർമൽ സ്കാനർക്ക് ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഉച്ചയ്ക്ക് ഒരു 12:30യോടുകൂടി മൃതദേഹം ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ മൃതദേഹം പുറം ലോകത്തേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ്. സ്ട്രെച്ചറിലേക്ക് കിടത്തിയിരിക്കുന്നു മൃതദേഹം. കിഴുക്കാൻ തൂക്കായ ഭൂപ്രദേശമാണ്. അവിടെ നിന്ന് മുകളിലേക്ക് മൃതദേഹം എത്തിക്കുക എന്നത് വലിയ ശ്രമം ആവശ്യമായ ഒരു കാര്യമാണ്. ദീപക് മോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ദീപക്, ഇനി എത്ര ദൂരമുണ്ട് മുകളിലേക്ക് എത്തിക്കണമെങ്കിൽ മൃതദേഹം? മാധു, ശ്രമകരമായ ദൗത്യമാണ്. 2.25 മണിക്കൂറിലധികം ഈ താഴ്വരയുടെ മാണിക്യധാര മലയുടെ താഴ്വരയിൽ ലേക്ക് വനം വകുപ്പും ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ ആ മേഖലയിലേക്ക് എത്തി. നേരത്തെ ശ്രീനന്ദയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, അച്ഛൻ രമേഷും മറ്റു ബന്ധുക്കളും അവിടെ എത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ ഈ മാണിക്യധാര മലയിൽ നിന്ന് താഴോട്ടേക്ക് ഇറക്കുകയാണ്. ചെങ്കുത്തായ മലയായതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ദൗത്യമാണ് വനം വകുപ്പിനൊപ്പം ഫയർ റെസ്ക്യൂ ജീവനക്കാരും നടത്തുന്നത്. മുകൾ ഭാഗത്തു നിന്ന് താഴോട്ടേക്ക് കൃത്യമായൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ കാടുകളൊക്കെ വകഞ്ഞു മാറ്റി പുറത്തേക്ക് മൃതദേഹം ഇറക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ ചിക്മംഗ്ലൂരുവിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് നേരത്തെ അറിയിച്ചത്. രാവിലെ 12:30 ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് അവിടെ വനം വകുപ്പ് ജീവനക്കാരെത്തി. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം ഉണ്ട് എന്നാണ് വനം വകുപ്പ് അധികൃതരും ഒപ്പം മെഡിക്കൽ ടീമും അറിയിച്ചത്. വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. ഈ മുകൾ ഭാഗത്തെ വ്യൂ പോയിന്റിന് നേരെ കുത്തനെ താഴ്ഭാഗത്തുള്ള പാറയുടെ മുകൾ തൊട്ടടുത്ത് തന്നെ ഒരു മരത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ശ്രീനന്ദയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് വനം വകുപ്പ് ജീവനക്കാർ ഏറെ പണിപ്പെട്ട് മുകളിലെത്തിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ചെങ്കുത്തായ മലയിൽ നിന്ന് താഴോട്ടേക്ക് ഇറക്കാനുള്ള വഴി അവർ നോക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം കുത്തനെ താഴോട്ടേക്ക് ഇറങ്ങണം. അവിടെ നിന്ന് വീണ്ടും ഒരു 2 കിലോമീറ്ററോളം കാപ്പിത്തോട്ടത്തിനുള്ളിലൂടെ മാണിക്യധാര റിസോർട്ടുണ്ട്. ആ റിസോർട്ടിനടുത്തേക്ക് എത്തിക്കണം. അവിടെ ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുക. മാധു, ഇപ്പോൾ ഈ ദൗത്യസംഘം നടക്കുന്ന വഴിയും ഏറെ ദുർഘടമാണ് അല്ലേ? അവിടെ നിന്ന് കിലോമീറ്ററുകളോളം പിന്നിടുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമാണ്. മാധു, ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ്. നമുക്ക് കാണാം, ഇവരിവിടുന്ന് ഈ സ്ട്രക്ചറിൽ 4 ആളുകൾ 4 ഭാഗത്തുമുണ്ട്. ഒപ്പം ഫോറൻസിക് സംഘമുണ്ട്. അവർ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നത് വലിയ ശ്രമകരമായ ദൗത്യമാണ്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷ് വളരെ സൂക്ഷിച്ച് നിൽക്കേണ്ടതുണ്ട്. അങ്ങോട്ടേക്ക് ആ ഭാഗത്തേക്ക് പോകരുത്, ഈ ഭാഗത്തേക്ക് മാറി നിൽക്കണം. ഇവിടെ നമുക്ക് കാണാം, ചെങ്കുത്തായ മല ഇറക്കി താഴോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോകുകയാണ്. ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത്, അതായത് ഏറ്റവും ഒടുവിലായി ശ്രീനന്ദ എടുത്ത ഫോട്ടോയുടെ ആ പ്രദേശത്ത് നിന്ന് നേരെ താഴ്ഭാഗത്താണ്. അവിടെ നിന്ന് താഴോട്ടേക്ക് വീണതാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മരണകാരണം എന്ന് വ്യക്തമായി പറയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കാണാം, ഇവരിവിടെ മൃതദേഹം താഴോട്ടേക്ക് സ്ട്രക്ചറിൽ എടുത്തു കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ ചെങ്കുത്തായ ഈ മേഖലയിലൂടെ മൃതദേഹം താഴോട്ടേക്ക് ഇറക്കി വനം വകുപ്പും പോലീസും ഓരോ ഭാഗത്ത്, അതായത് മലഞ്ചെരിവിൽ ഓരോ ഭാഗത്തും ഇത്തരത്തിൽ ചവിട്ടുപടികൾ പോലുള്ള നിൽക്കാൻ പറ്റിയ ചിലയിടങ്ങളുണ്ട്. ആ വഴികളിലൂടെ പതുക്കെ താഴോട്ടേക്ക് മൃതദേഹം ഇറക്കുന്ന ദൃശ്യമാണ്. ഇവിടെ നിന്ന് ഏകദേശം നമുക്ക് ഏറ്റവും താഴ്വരയിലുള്ള ഭാഗങ്ങൾ കാണാം. ആ ഭാഗത്തേക്ക് മൃതദേഹം ഇറക്കണമെങ്കിൽ ഈ വഴി പരിചയമുള്ള ആളുകൾ തന്നെ വേണം. അതിനായി അവർ ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെ ആശ്രയിച്ചിട്ടുണ്ട്. ഒപ്പം മുൻപിലായി ഫോറൻസിക് ടീമും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം താഴോട്ട് എത്തിച്ചതിന് ശേഷം അവിടെ തയ്യാറാക്കി നിർത്തിയ ആംബുലൻസിലേക്ക് മാറ്റും. നമുക്കറിയാം, കഴിഞ്ഞ 4-ാം തീയതിയാണ് ശ്രീനന്ദ കുടുംബത്തോടൊപ്പം
കർണാടകയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയത് ഹംപിയിൽ പോയി തിരികെ മടങ്ങി ചിക്മംഗ്ലൂരുവിലേക്ക് എത്തുകയായിരുന്നു. വൈകിട്ട്, അതായത് 7-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടി എത്തി 5:20 കാണാതായത്. പിന്നീട് പല സമയങ്ങളിലും പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് മുൻപ് പരിശോധന നടത്തിയിട്ടില്ല എന്നാണ് ബന്ധുക്കളും ഒപ്പം പോലീസും പറയുന്നത്. അതിന് തൊട്ടടുത്ത് വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 20 മീറ്റർ മാത്രം അകലെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ എത്തിയ സമയത്ത്, അതായത് തിരച്ചിൽ നടത്തുന്ന വനംവകുപ്പ് ജീവനക്കാർ ദുർഗന്ധം വന്നതിനെ തുടർന്ന് ആ മേഖലയിൽ പരിശോധന നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും മൃതദേഹം ഇവിടുന്ന് താഴോട്ടേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മധു. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചിക്കമംഗലൂരുവിൽ അതികഠിനമായ ഒരു ദൗത്യം മുന്നോട്ട് പോവുകയാണ്. ശ്രീനന്ദയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം എടുത്തുകൊണ്ട് കിഴക്കാം തൂക്കായ ഭാഗത്തോടുകൂടി സമഗ്രമായ വഴികളിലൂടെ, കഠിനമായ വഴികളിലൂടെയാണ് ഈ സംഘാംഗങ്ങൾ 6 പേരാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൃശ്യങ്ങളിൽ. അവർ ഇറങ്ങി വരുന്നത്. ഇനി താഴേക്ക് കൊണ്ടുപോയതിന് ശേഷം വേണം അവിടെ നിന്ന് മാണിക്യധാര റിസോർട്ടിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ. ഈ കുത്തനെയുള്ള ഭാഗം ഇറങ്ങി താഴെ ചെന്നതിന് ശേഷം വേണം കാപ്പിത്തോട്ടത്തിലൂടെ ഏതാണ്ട് 1.5 കിലോമീറ്റർ നടക്കാനും. ഇത്ര അധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ്. നോക്കൂ, ഒന്ന് നിന്ന് നടന്ന് ഇറങ്ങാൻ പോലും കഴിയുന്ന സ്ഥലമല്ല, കുത്തനെയുള്ള പ്രദേശമാണ്. അവിടെ ഈ മൃതദേഹം സ്ട്രെച്ചറിൽ വെച്ചിട്ട് അത് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇവർക്ക് ആർക്കും യാതൊരു പരിക്ക് ഏൽക്കാതെയും കൂടി വേണമല്ലോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ആ പാതയിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. അത്രമേൽ ദുഷ്കരമായ ഇടത്തുകൂടിയാണ് ശ്രീനന്ദയുടെ മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നത്.